വീട്ടിൽ പോണ്ടേ നമുക്ക്? എന്താണ് അയ്യേ കിളിയാക്കണ കാലുമേ പാദത്തിൽ. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇത് ടോട്ടലി ഒരു ഡ്രഗ്ലെസ് തെറാപ്പി എന്നാ പറയാം. അതായത് ഔഷധരഹിത ചികിത്സയാണ്. ഓട്ടിസം, സെറിബ്രൽ പാലസി പോലുള്ള കുട്ടികളുണ്ടല്ലോ, കുറച്ച് ബുദ്ധിമാന്യ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 100% ഫ്രീ ആണ്. നമ്മൾ ഈ ക്ലിനിക്ക് ഡോക്ടർ സറീനാസ് ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിന്റെ മോട്ടോ എന്ന് പറയുന്നത് പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുത് എന്നുള്ളതാണ്. ജന്മനാ ഉള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ലല്ലോ. ഭഗവാന്റെ സൃഷ്ടികളിൽ അങ്ങനെ വന്ന് സംഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യും എന്നുള്ളൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അടുത്ത ചോദ്യം ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നാണ്, മരുന്ന് മേടിച്ചില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കാറ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിപ്പെടാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സ്ഥാപനങ്ങൾ ലൈസൻസ്ഡ് ആണ്, ഇവിടെ ഡോക്ടേഴ്സ് ലൈസൻസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ലൈസൻസ്ഡ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആണ്. എല്ലാവർക്കും നമസ്തേ. ബാക്ക് ടു ബാലൻസ്. നമ്മുടെ കളമശ്ശേരിക്കടുത്ത് ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് കണ്ണഞ്ചിനാഥ് കലാകാരനും പാറു എത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതൊരു വലിയൊരു സ്ഥാപനമാണ്. ഒത്തിരി രോഗികൾക്ക് ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനം. നമ്മള് ഈ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് ഒരു മുറിയിൽ ഒതുങ്ങുന്ന, പക്ഷെ ഇതങ്ങനെയല്ല, ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താ പറയാ, നമുക്ക് അസുഖം മാറണം, അതുപോലെ നമുക്ക് മാനസികമായ നമ്മുടെ ആരോഗ്യവും നിലനിർത്തണം. ശാരീരിക ആരോഗ്യം മാത്രം പോരാലോ. സ്വാഭാവികമായിട്ട് ഒരു വയ്യാന്ന് പറയുമ്പോൾ നമ്മളെ അങ്ങ് വല്ലാതെ മാനസികമായിട്ട് തളർന്നു പോണ നമ്മുടെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു ആശ്വാസ കേന്ദ്രമായിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് എന്തെന്നാണെന്ന് നമുക്കറിയാം. എന്താണ് ഇവിടുത്തെ ചികിത്സാ രീതി, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇവിടുത്തെ പ്രധാന ഡോക്ടറോട് തന്നെ ചോദിക്കാം. മാഡത്തിന്റെ പേര്? ഡോക്ടർ സറീന ജാസ്മിൻ എന്നാണ്. ശരിക്കും ഞാൻ ലക്ഷദ്വീപാണ് സ്ഥലം. പിന്നെ കേരളത്തിന്റെ ഒരു മരുമകളും കൂടിയാണ്. ഹസ്ബൻഡ് ഇവിടുത്തെയാണ്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേരളത്തിന്റെ മരുമകളാകാൻ പറ്റിയത്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇത് ടോട്ടലി ഒരു ഡ്രഗ്ലെസ് തെറാപ്പി എന്നാ പറയാം. അതായത് ഔഷധരഹിത ചികിത്സയാണ്. ഇതില് ഇപ്പോ കണ്ടിട്ടുണ്ടാവല്ലോ ചേട്ടാ, കുറെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. നമുക്ക് അസുഖങ്ങൾ മാറ്റാം. അത് ഏതൊക്കെ, ഈ പെയിൻ അല്ലാണ്ട് ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും നമുക്കിപ്പോ സാധാരണ പലരും ചിന്തിക്കുന്ന ഇതൊരു പെയിൻ റിലീഫ് ആണോ, മുട്ടുവേദന, കാലുവേദന, അങ്ങനെയല്ല. നമുക്കിപ്പോ ഫങ്ഷണൽ ഡിസീസസ് ഉണ്ടോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ അളവ് കൂടുതലുള്ള അവസ്ഥ, പിന്നെ അതുപോലെ ലിവറിന്റെ പ്രോബ്ലം, ലിവർ സിറോസിസ്, ലിവർ പ്രശ്നങ്ങൾ, അങ്ങനെ ഉള്ള നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രോബ്ലംസ് അല്ല, ഹാർട്ടിന്റെ ബ്ലോക്ക്, അങ്ങനെയൊക്കെയുള്ള ആന്തരികാവയവങ്ങളുടെ പ്രശ്നത്തിന് അക്യുപഞ്ചർ വളരെ ഫലപ്രദമാണ്. ഈ മഹാരോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങൾക്കൊക്കെ, അതെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങള്, അങ്ങനെയുള്ള രോഗത്തിന് ഇപ്പൊ ഈ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നീഡ്ലിംഗ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ടോക്സിൻസ് റിമൂവൽ പ്രോസസിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കീമോ റേഡിയേഷൻ പോലെയുള്ള മൂലമുള്ള സൈഡ് എഫക്ട്സുകളെ മാറ്റാനായിട്ട് നമുക്ക് അക്യുപഞ്ചറിൽ സാധിക്കും. കീമോ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഒരുപാട് ഇങ്ങനെ ടെസ്റ്റിമോണിയൽ കൊടുത്തിട്ടുണ്ട്. സറീന ജാസ്മിൻ അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഇസഡ് ആണ്. ഇൻസ്റ്റയിലുണ്ട്. ആ സെയിം തന്നെ. ഫേസ്ബുക്കിലും ഉണ്ട്. വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 71K കണ്ണേട്ടന്റെ ചങ്കുകൾക്ക് കണ്ണേട്ടൻ പറയുന്നത് കൃത്യമായിരിക്കുമെന്നറിയാം. ഞാൻ ഒരാളെ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ വീഡിയോകളോ ചെയ്യാറില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് സുഖമായിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീൽ ചെയറിൽ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതെ. ഇവിടെ പിന്നെ ഒരുപാട് നമ്മുടെ ചാനൽ കയറുമ്പോൾ തന്നെ ഈ 10-23 വർഷമായിട്ട് കിടന്ന പേഷ്യൻസ്, ഇപ്പൊ മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻസിലും അതർ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ കേസസ് ഒക്കെ ഇവിടെ ബെഡ് റിഡൻ ആയിട്ട് നമുക്ക് വീൽ ചെയറിലല്ല സ്ട്രെച്ചറിൽ വന്നിട്ട് ദൈവം സഹായിച്ച് നടന്നു പോയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ, ഏതൊരു ചികിത്സയാലും നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. സുഖം പ്രാപിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ദൈവത്തിന്റെ അടുത്തു നിന്നാണ്. നമ്മളൊരു മീഡിയേറ്റർ ആണല്ലോ. നമുക്ക് ഒരാളുടെ അസുഖം മാറ്റാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് അത്രയും കഴിവുണ്ട്. അപ്പൊ പല ആൾക്കാരും ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി ഇനി ഇതിനൊന്നും ചികിത്സയില്ല, ഞാൻ കാലാകാലം ഈ ബെഡിൽ കിടക്കുക, അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ പോസ്റ്റ് സ്ട്രോക്ക് കേസസ്, സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായവര്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു 4 ചുമരുകളുടെ ഉള്ളിൽ അടഞ്ഞ് പൂട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ലൈഫിൽ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു പ്രതീക്ഷ. പക്ഷെ ആൾക്കാർക്ക് അത്ര അറിയില്ല. പിന്നെ അതേപോലെ
അതുപോലെ തന്നെ ചേട്ടാ ഈ നമ്മുടെ ഓട്ടിസം സെറിബ്രൽ പാലസി പോലുള്ള കുട്ടികളുണ്ടല്ലോ, കുറച്ച് ബുദ്ധിമാന്യ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 100% ഫ്രീ ആണ്. കാരണം നമുക്കറിയാലോ അതൊരു ആളുടെയും ജീവിതശൈലി രോഗം കൊണ്ടുവന്നതല്ല കുട്ടികൾ. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം കുട്ടികൾ അവര്. അപ്പൊ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമുക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ജന്മനാ ഉള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ലല്ലോ. ഭഗവാന്റെ സൃഷ്ടികളിൽ അങ്ങനെ വന്ന് സംഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യും എന്നുള്ളൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും കൂടി ആയതുകൊണ്ട് നമ്മൾ പബ്ലിക്കിൽ എന്ത് പറയുന്നു അത് പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ പോലും നമുക്കൊരു എത്തിക്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഒരാളോടൊരു പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പല ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിലും ഞാൻ എന്റെ ചാനലിലൂടെയും അല്ലാത്ത പല ബ്ലോഗേഴ്സ് വരുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ക്ലിനിക്ക് ഡോക്ടർ സെറീനാസ് ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിന്റെ മോട്ടോ എന്ന് പറയുന്നത് പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുത് എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പൈസ ഉള്ളവര് മാത്രമേ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ പാടുള്ളൂ. പാവപ്പെട്ടവരൊക്കെ ആരോഗ്യമില്ലാണ്ടാവട്ടെ, അങ്ങനെയല്ലല്ലോ. പാവപ്പെട്ടവർക്കും പൈസ ഉള്ളവർക്കും ആരോഗ്യം എന്ന് പറഞ്ഞാണല്ലോ സമ്പത്ത്. അപ്പൊ അതെല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നുള്ളതാണ് എന്റെ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് പൈസ ഇല്ലാതെ എന്നും രോഗിയായിട്ടിരിക്കാൻ ഇടവരുത്താതെ ഇവിടെ ചെയ്യുന്നത് ഒരു വലിയ അതെ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരാൾ എൻ്റർ ആയിട്ട് എനിക്ക് ഇന്ന ചികിത്സ വേണം, എന്റെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, ഇത്ര പൈസ ഇല്ല, അതിന് മാത്രം പൈസ വരുന്ന ചികിത്സാ രീതി അല്ല ഇത്. കൂടിപ്പോയാൽ ഇവിടത്തെ ഏറ്റവും വലിയൊരു ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ഇതുപോലത്തെ കപ്പിംഗ് തെറാപ്പിയൊക്കെ ഒരു 10-20 കപ്സ് യൂസ് ചെയ്യും. യൂസ് ചെയ്ത കപ്സ് നമ്മൾ ആരുടെയും ഇവിടെ കീപ്പ് ചെയ്യത്തില്ല. കാരണം ബ്ലഡുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അവരവരുടെ കയ്യിൽ കൊടുത്തു വിടുക ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ഒരു 1500 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2000 ഒക്കെ വരും ഒരു 30 കപ്സ് ഒക്കെ യൂസ് ചെയ്താൽ. ഏറ്റവും ടോപ്പ് റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു ചികിത്സയുടെ. നമ്മള് ജസ്റ്റ് ഇപ്പൊ ഒരാളുടെ ആരോഗ്യങ്ങളെ അൽഫാമും കുഴിമന്തിയും ഒക്കെ കഴിക്കുന്നൊരു റേറ്റ് ഇതിന് വരുന്നുള്ളൂ. അപ്പൊ അത് കഴിക്കുമ്പോ ആരോഗ്യം പോകത്തേ ഉള്ളൂ. ഇതാകുമ്പോ ആരോഗ്യം വീണ്ടെടുക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ ആയുർവേദത്തിന്റെ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് ഡോക്ടർ ഹെബി സിസൻ. ഓ, ഹെബി. ഇവിടെ ആയുർവേദത്തിന്റെ യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് ഏതൊക്കെ, ഈ സൗന്ദര്യത്തിന്റെ കൂട്ടലാണോ അല്ലെങ്കിൽ അസുഖങ്ങളാണോ? ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ആയുർവേദം നമുക്കൊരു പ്രാചീന ചികിത്സയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൂടുതലും കോസ്മെറ്റോളജി വിഭാഗമാണ് നമ്മൾ ആയുർവേദത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പറയുക, എക്സ്റ്റേണൽ ബ്യൂട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ കോസ്മെറ്റോളജിനെ കാണുന്നത്. പക്ഷെ അതല്ല, നമുക്ക് ബാഹ്യ സൗന്ദര്യം ഒരു ആന്തരിക സൗന്ദര്യം നമ്മൾ ഒരേപോലെ തന്നെ നമ്മൾ അത് ആയുർവേദത്തിൻ്റെ എന്താ പറയുക, ആയുർവേദത്തിൻ്റെ ഉത്തമമായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും നമ്മളിവിടെ സാധ്യമാക്കുന്നുണ്ട്. താങ്കളുടെ പേര്? സഹദ്. ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ സീനിയർ കൺസൾട്ടന്റ് ആണ്. എല്ലാ തരത്തിലുള്ള രോഗികളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പല മെഡിക്കൽ കോളേജുകളിൽ നിന്നും അതേപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും റിട്ടേൺ ചെയ്ത കേസുകൾ, അതായത് അവര് കഴിയില്ല എന്ന് പറഞ്ഞ കേസുകൾ പോലും നമുക്ക് ഇവിടെ സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. രോഗികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ സെറീന ജാസ്മിൻ, അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്രയും രോഗികളെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് തരുന്നതും ഈ രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ മാറും എന്നുള്ളത് അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി എന്തൊക്കെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഉള്ളത്? ഇവിടെ നമുക്ക് അക്യുപഞ്ചർ വിഭാഗമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ആയുർവേദം ഉണ്ട്, അതേപോലെ തന്നെ ഹോമിയോപ്പതി എന്ന് വേണ്ട ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. ഇതിൽ അക്യുപഞ്ചറിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കപ്പിംഗ്, ഹിജാമ, ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരും കൂടെയാണ് അത്. ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിന് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്, പിന്നെ അതേപോലെ തന്നെ തെറാപ്പിസ്റ്റുകളാണ് നമ്മുടെ സ്റ്റാഫുകളും എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ്. അത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആതുര സേവനത്തിൽ എങ്ങനെ നമ്മൾ ആതുരമായിട്ട് എങ്ങനെ ഒരാളെ സേവിക്കണം എന്നുള്ള ആ ഒരു ഇതിലുമായി ബന്ധപ്പെട്ടിട്ട് നല്ല അറിവുള്ള ആളുകളാണ് ഇവിടെ നമ്മളുള്ള ഓരോ സ്റ്റാഫുകളും കാര്യങ്ങളും. എന്റെ അറിവ് കൊണ്ട് ചോദിക്കുന്നതാണ്, ഇത് ലൈസൻസ്ഡ് സ്ഥാപനമാണല്ലോ? തീർച്ചയായിട്ടും പല സ്ഥാപനങ്ങളിലും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഒരു ലൈസൻസ്ഡ് ആണോ
ഇത് എന്താണ് കറക്റ്റായിട്ട് നിങ്ങൾ അതുപോലെ തന്നെയാണോ ചെയ്യുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഹിഡൻ ചെയ്യുന്നുണ്ടോ എന്ന്. ബാക്ക് ടു ബാലൻസിന്റെ കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട, ഈ വീഡിയോസ് കാണുന്നവർക്കും വേണ്ട. ഇത് പക്ക നമ്മൾ ലൈസൻസ്ഡ് വർക്കാണ് നമ്മളുടെ. സ്ഥാപനങ്ങൾ ലൈസൻസ്ഡാണ്, ഇവിടെ ഡോക്ടേഴ്സ് ലൈസൻസ്ഡാണ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ലൈസൻസ്ഡ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആണ്. ഇതന്നെ പല ഇപ്പൊ ഇവിടെ കളമശ്ശേരി, നമ്മുടെ ഈ സ്ഥലം എവിടെയാണ്? കളമശ്ശേരിയില് HMT തോഷിബ ഇതിലാണ് വരുന്നത്, കുസാറ്റിലോട്ട് പോകുന്ന വഴി. ഇതല്ലാതെ ഈ മാഡത്തിന് തന്നെ വേറെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് കണ്ണൂർ തലശ്ശേരി സ്ഥാപനമുണ്ട്, ചെറക്കര മോറക്കുന്ന്. പിന്നെ അതേപോലെ മംഗലാപുരത്തുണ്ട്, തൊക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോർഡറിലാണ്. കാലിക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. ഒരു രോഗം എന്ന് പറയണത് രോഗിക്ക് മാത്രമല്ല, ആ രോഗിയെ ചുറ്റി നിൽക്കുന്ന ആ ഒരു കുടുംബത്തിനും കൂടെ മാനസികമായിട്ട് വളരെ തളർച്ച തരുന്ന ഒരു അവസ്ഥയാണ്. ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കണത് രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ ആർക്കുണ്ടാവരുതെന്നാണ്. അത് ഒരാളെ അല്ല ബാധിക്കുന്നത്, ആ വീട്ടിൽ എല്ലാരെയും ബാധിക്കും. അപ്പൊ ഇതുപോലെ ഒരു ഡോക്ടറെ നമുക്ക് ഇങ്ങനെ 2 വാക്ക് പറയുമ്പോൾ സത്യമായിട്ട് മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ഇപ്പൊ കണ്ടില്ല നമ്മുടെ വയനാട് സംഭവങ്ങൾ. നമ്മള് കൂടുതലും മനുഷ്യനായ പോരല്ലോ, മനുഷ്യത്വം വേണ്ടേ. അപ്പൊ ആ മനുഷ്യത്വം കീപ്പ് ചെയ്ത് പലരും പല ഇന്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാൻ സക്സസ് ആയോന്നൊന്നും എനിക്കറിയില്ല, ഇതാണോ സക്സസ് എന്ന് എനിക്കറിയില്ല. അയ്യോ ചേട്ടാ ഓൾറെഡി വിജയിച്ചിരിക്കുകയാണ്. എന്നാലും വിജയം എന്ന് പറയുന്നത് ഒരിക്കലും കുറെ പൈസ ഉണ്ടാക്കുക അതൊന്നുമല്ല. ഇവിടെ പല സ്റ്റാഫുകളും ഇന്റർവ്യൂവിന് വരാറുണ്ട്. അപ്പം അവര് പല സ്ഥാപനങ്ങളിലും പല മൾട്ടി ലെവൽ സ്ഥാപനങ്ങളിലൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ CV ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കും, അത് ഡ്രോയറിലിടും. എനിക്ക് ഈ കമ്പനിയിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല. എനിക്ക് ഇവിടെ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹ്യൂമാനിറ്റിക്കാണ്, മനുഷ്യത്വം ഉണ്ടാവാം. പിന്നെ ഇവിടെ വരുന്നത് ഇതൊരു IT ഫേം അല്ല, ഇതൊരു സർവീസ് ഓറിയന്റഡ്. നമ്മളിത് അങ്ങനെ പൈസ ഉണ്ടാക്കാനെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും വലിയൊരു റെന്റ് കൊടുക്കണം, ഇത്രയും 30 സ്റ്റാഫിന് സാലറി കൊടുക്കണം. അവർക്ക് അഫോർഡ് ആവണ റേറ്റ് നമ്മൾ പിടിച്ചു പറിച്ചു മേടിക്കുന്നതല്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അടക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇവിടെ വരുന്ന ഓരോ പേഷ്യന്റും ഒരു ബുദ്ധിമുട്ടായിട്ടാണല്ലോ നമ്മളുടെ അടുത്ത് എത്താം. അപ്പൊ ഇവിടുത്തെ ഓരോ സ്റ്റാഫും അവരെ നമ്മുടെ സ്വന്തം ഇപ്പൊ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാൾ നമ്മുടെ അച്ഛന്റെ പ്രായമായിരിക്കും. ഇപ്പൊ 40 അല്ലെങ്കിൽ 30 വയസ്സുള്ളവർ നമ്മുടെ പ്രായം കൂടുതലുള്ളവർ അവർ നമ്മുടെ ചേച്ചിയുടെ ചേച്ചിയായിരിക്കാം, അനിയനായിരിക്കാം, അനിയത്തിയായിരിക്കാം, ചേട്ടനായിരിക്കാം. അപ്പൊ നമ്മുടെ സ്വന്തം അച്ഛനൊരു രോഗം വരുമ്പോൾ നമ്മൾ എന്താ പറയാ, നിങ്ങൾക്ക് ഇത് തന്നെ വരണം, അങ്ങനെ ആവട്ടെ നമ്മൾ പറയും, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം അച്ഛനെ എങ്ങനെ കാണുന്നോ അതേ രീതിയിൽ ചികിത്സിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവർ ഇവിടെ മതി. അപ്പൊ അച്ഛനെയും പെങ്ങളെയും അമ്മേനെയും തിരിച്ചറിയാത്തവരാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല, അങ്ങനെ ഉള്ളവർ ഇവിടെ ഇല്ലതാണ്. അപ്പൊ അതാണ് നമ്മളുടെ നമ്മുടെ സ്റ്റാഫുമാരാണ് നമ്മുടെ ഒരു സീക്രട്ട് സക്സസ് എന്ന് പറയുന്നത്. പിള്ളേരുടെ ലാംഗ്വേജിൽ പറഞ്ഞ ഒരേ വൈബ്. അതെ. ചികിത്സാ രീതിയെ കുറിച്ചിട്ട് ഒന്ന് പറയും. അക്യുപഞ്ചർ ശരിക്കും പ്രാചീന ചൈനീസ് ചികിത്സയാണ്. ഞാൻ പല രീതിയിലും ഇന്ന് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് TCM ആണ്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള പ്രാചീന ചൈനീസ് ചികിത്സയാണ്. ഇതില് നമുക്കറിയാം കുറെ നീഡിൽസ് വെച്ചിട്ടുള്ള ഒരു ചികിത്സ നിങ്ങളിപ്പോ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് വലിയ നീഡിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഇത് ചെയ്യാറ്. ഇതേപോലത്തെ നീഡിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഈ നീഡിൽ കുറച്ചുകൂടി ഒരു വലിയ നീഡിലാണ്, കാരണം ഇത് മുടി നാരുന്ന അത്ര തിക്നെസ്സേ ഉള്ളൂ ഈ നീഡില്. അപ്പൊ ഇത് ഒട്ടും പെയിൻഫുൾ അല്ല, ബോഡിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നീഡിലിംഗ് ടെക്നിക് ഒന്നും അല്ല ഇത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ചുമ്മാ ഈ മുട്ടുസൂചി പോലത്തെ സാധനങ്ങൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ കുത്തിവെച്ച രോഗം മാറുമോ. പിന്നെ മാത്രമല്ല നമ്മള് അറിവ് വെച്ച കാലം മുതൽ രോഗം വരുമ്പോ മരുന്ന് കഴിക്കുക, ഗുളിക. നമ്മൾ ആർക്കെങ്കിലും ഒരു വിഷമം ഒരു രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അടുത്ത ചോദ്യം ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നാണ്, മരുന്ന് മേടിച്ചില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കാറ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിപ്പെടാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് ആരുടെയും കുറ്റമല്ല, ഇതിന്റെ അവയർനെസ് ഇല്ലായ്മയാണ്, അതിന്റെ ഒരു അവബോധമില്ലാത്തത് തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാവുന്ന ഒരു ഡോക്ടർ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പറവൂരിൽ തന്നെ. അപ്പൊ എനിക്ക് ഇതിന്റെ ചികിത്സയുടെ ഗുണങ്ങൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും ഇവിടെ എത്തിയത്. അതെ. ഇത് 100% സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ചികിത്സയാണ്. ഇന്ന് നിലവിലെ നമ്മുടെ ഈ ചുറ്റുവട്ടം അറിയപ്പെടുന്ന പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇന്നിപ്പോ അക്യുപഞ്ചർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ശരിക്കും. അത് അത്ര ആൾക്കാർക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൈനയിലൊക്കെ ആണെങ്കിൽ ഈ TCM അക്യുപഞ്ചറിന് സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അലോപ്പതിക്ക് സാങ്ഷൻ കിട്ടുള്ളൂ ആ ഹോസ്പിറ്റലിൽ. അത്രയും അവരുടെ പ്രാചീന ചികിത്സയാണ്. ഇതിലിപ്പോ നമ്മൾ നീഡില് അത് നമ്മൾ ജസ്റ്റ് പ്രഷർ കൊടുക്കാന്നുള്ളത്, ഇതിൽ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതാണ് അക്യുപ്രഷറും അക്യുപഞ്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അറിയാലോ, ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ്. ബോഡിക്ക് ബോഡിയുടെ തന്നെ നമുക്കൊരു സെൽഫ് മെക്കാനിസം ക്യൂറിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഈ നീഡിൽ കുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള
ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിലുള്ള അതിനെയും കെമിക്കൽ ചേഞ്ചസിനെയും ഒക്കെ ബാലൻസ് ചെയ്യിപ്പിക്കുക ചെയ്യാം. അപ്പൊ അത് സ്വമേധയാ തന്നെ ചെയ്യുന്നതിനെ നമ്മളൊന്ന് സ്റ്റിമുലേഷൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെ വിശദമായിട്ട് ഞങ്ങളൊന്ന് നടന്ന് മുഴുവൻ കാണട്ടെ. ഇങ്ങനെ ഒരു സൗഹൃദം തുടങ്ങിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ദൂരെയുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് വിളിക്കാൻ പറ്റിയ നമ്പർ ഏതായിരിക്കും? ആ നമ്പർ നമ്മൾ എന്തായാലും ഇതിൽ കൊടുക്കാം. ഇവിടുത്തെ ഓഫീസ് നമ്പർ ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിലൊന്ന് കൊടുത്തേക്കാം. ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ജനങ്ങള് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്ക് ആശ്വാസമായിട്ട് നമ്മുടെ കളമശ്ശേരിയിൽ ഞങ്ങളുടെ നാടിനടുത്ത് ഇതുപോലൊരു ആതുരാലയം. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പണമില്ലെങ്കിലും ഇവിടെ വന്ന അസുഖം മാറ്റിയിട്ട് സുഖമായിട്ട് പോകാം എന്നൊരവസ്ഥ. എന്ന് വെച്ച് ഡോക്ടറെ പറ്റിക്കാൻ പണം ഇല്ലാണ്ട് വരണ്ട ഇവിടെ. അത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ ആണ് ഇങ്ങനെ പബ്ലിക്ലി പറയുമ്പോൾ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മള് പല സ്ഥലത്ത് പോകുമ്പോ APL കാർഡ് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ക്രൈറ്റീരിയ ഇല്ല. എന്റെ മുമ്പിൽ ഇരുന്ന് ഒരാൾ പറയാണ്, ഇപ്പൊ അവര് വലിയ കോടീശ്വരനാണെങ്കിലും അവർ എന്നോട് പറഞ്ഞാൽ അവർ പാവപ്പെട്ടവർ തന്നെയാണ്. അവര് എന്നെ പറ്റിക്കുന്നോ ഇല്ലയോ അത് ദൈവം തമ്മിൽ കർമാവിൽക്കാം. അത്രേ ഉള്ളൂ. അതെ. പിന്നെ നുണ പറഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും. അല്ലാണ്ട് നമ്മൾ അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് കാറുണ്ട്, അവരുടെ വീട് കാണട്ടെ, ഒന്നുമില്ല. എന്റെ മുമ്പിൽ അവർ പറയുന്ന വേർഡ് കർമ്മം ചെയ്യുമ്പോൾ നമ്മള് ഇച്ഛിക്കുന്നില്ല, പക്ഷെ ഭഗവാൻ തരും എല്ലാ വിഷയങ്ങളും. നമ്മുടെ ഈ വീഡിയോ കണ്ടും ഒത്തിരി പേഷ്യൻസ് നിറയട്ടെ എന്നല്ല, ഒത്തിരി പേര് ഒത്തിരി പേർക്ക് ആശ്വാസം നൽകാൻ രോഗികൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും പ്രാർത്ഥന. ഇനി അഥവാ എന്തെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവര് നാച്ചുറൽ രീതിയിൽ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരം തരത്തിലുള്ള ചികിത്സ എടുക്കാനായിട്ട് അവർക്കൊരു മനസ്ഥിതി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇവിടുത്തെ സെക്കൻഡ് കൗണ്ടറാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടത് അത് മെയിൻ കൗണ്ടർ ആയിരുന്നു. മെയിൻ കൗണ്ടറിൽ നിന്ന് നമ്മുടെ പ്രൊസീജിയേഴ്സും അതേപോലെ നീഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടെ നിന്നാണ് ഓരോ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഓരോ കൺസൾട്ടൻസിന്റെ അടുത്തോട്ടും പേഷ്യൻസ് വരുന്നത്. ഇപ്പൊ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസ് ഇരിക്കുന്നതാണ്. ഇത് നീഡിൽ ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ചെയ്യുന്ന ഭാഗമാണ്. ഇത് ശരിക്കും എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അപ്പോൾ നമ്മള് അക്യുപഞ്ചർ എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ അക്യുപഞ്ചറിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കൺസൾട്ടിങ്ങിന്റെ, അതായത് കൺസൾട്ടന്റ് ഇരിക്കുന്ന ഒരു ക്യാബിനാണ്, ഒരു ചെറിയ ക്യാബിൻ, സെക്കൻഡ് ക്യാബിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവരോട് അസുഖങ്ങളെല്ലാം ചോദിച്ച് എന്താണ് ബുദ്ധിമുട്ടുകൾ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പറഞ്ഞ് അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന നീഡിലുകൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ പല പോയിന്റുകളിലും, അതായത് നമ്മുടെ മർമ്മ പോയിന്റുകളിൽ, അക്യുപഞ്ചറിന്റെ 360 പോയിന്റുകളിൽ വരുന്ന ഇതിനുതകുന്നതായിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ നീഡിൽ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് എന്താണ്? ഇത് നമ്മള് ഇപ്പോൾ അവിടെ നമ്മൾ നീഡിലിംഗ് കണ്ടു അല്ലേ? നീഡിലിംഗ് കഴിഞ്ഞിട്ട് ചില പേഷ്യൻസിന് നമുക്ക് നീഡിലിംഗിന്റെ കൂടെ തന്നെ തെറാപ്പികൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ഒരു തെറാപ്പിയാണ് ഇത്. റിഫ്ലെക്സോളജി എന്ന് പറയും. റിഫ്ലെക്സോളജി നമ്മുടെ കാലിന്റെ അടിയിൽ മസാജ് ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ടുള്ള സർക്കുലേഷനും കാര്യങ്ങളും ഇംപ്രൂവൈസ് ചെയ്യുക, അതുപോലെ തന്നെ എയിൽമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് ഒരു തെറാപ്പിയാണ്. ഇവര് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, MRF എന്ന് പറഞ്ഞിട്ട്, മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്നാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അവർ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നീഡ്ലിംഗ് ചെയ്യാണ്. ബാക്ക് പെയിനും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ ബാക്കിൽ നീഡിൽ ചെയ്യും. ബാക്ക് പെയിനുള്ള സാധനമാണ്. ബാക്ക് പെയിൻ ചെറിയൊരു വേദന, ഇല്ലാണ്ടൊന്നും ഉണ്ടാവില്ല. നടുവേദന മാറാൻ ഇത്ര സമയം എന്നാണോ അതിന്റെ സമയം വെച്ചിട്ട് 20 മിനിറ്റ് നമ്മൾ എത്ര വലിയ ബാക്ക് പെയിൻ ആണെങ്കിലും മാറ്റാം. വലിയ ബാക്ക് പെയിൻ ആണെങ്കിലും ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ? ഇല്ല, 11 ദിവസം മാറി കൊടുക്കും. ഇതെന്താ ചെയ്യണേ? അപ്പൊ ഇതൊരു തെറാപ്പി തന്നെയാണ്. നമ്മുടെ ഇതിൽ പെട്ട അക്യുപഞ്ചറിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഇത് ആക്ച്വലി ഇയർ കാൻഡിൽ തെറാപ്പി എന്ന് പറയും, ഡെൻസ് ഇയർ കാൻഡിൽ തെറാപ്പി. അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ബാലൻസിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ടിനിറ്റസ്, ചെവി മൂളില് ഇയർ ബാലൻസിന്റെ പ്രശ്നം, ചെവി മൂളില്, പിന്നെ ചെവിയിൽ ഉണ്ടാകുന്ന വേദനകള്, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് അകത്തോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡ്രഗ്ലെസ് തെറാപ്പി ആയതുകൊണ്ട് നമുക്ക് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു പ്രത്യേക തരം ഹണി വാക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കാൻഡില്. ഓക്കെ, അപ്പൊ ഇത് കത്തിച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് കത്തിച്ച് അതിന്റെ ആ ഒരു പുകയുണ്ട്, അത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ
നമ്മുടെ ബോഡിയിൽ അത് എന്താണ് ഗുഡ് റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കും. അതായത് ഈ കാൻഡിലിന്റെ അടിയിൽ കൂടെ അടിയിലൂടെ അതിന്റെ പുക ഉള്ളിലോട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഇപ്പോ ബാക്ക് ടു ബാലൻസിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇതെന്താണ്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിക്കാൻ പോവാം. ഈ വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അതെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് മോക്സ എന്ന് പറയും. ഇദ്ദേഹത്തിന് ആക്ച്വലി എന്താണ് പ്രശ്നം? ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു നീർക്കെട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ബോഡിയിൽ നീർക്കെട്ട് വരിക, അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിന് വേണ്ടത്രയുള്ള ഒരു എനർജി ഇല്ലാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ നമുക്ക് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നൊന്നുമില്ലല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ സ്പൈനലിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലോട്ടൊക്കെ എന്ത് പോകുന്നുണ്ട്, സർക്കുലേഷൻ പോകുന്നുണ്ട്, നെർവ്സ് പോകുന്നുണ്ട്. അപ്പോൾ ആ നെർവ്സിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം, കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻസിന്. അപ്പോൾ ഈ നീർക്കെട്ട്, അതേപോലെ തന്നെ വേദനകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് മോക്സിബസ്റ്റേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. മോക്സിബസ്റ്റേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഫയർ ചെയ്യാണ് ചെയ്യാം. ഈ പുക ബോഡിയിലോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, അതിന് ചൂടുണ്ടാവും അല്ലേ? ഇത് ഒരു ടൈപ്പ് ഓഫ് ചൂട്, എന്നാൽ ഭയങ്കരമായൊരു ചൂടല്ല. എന്നാൽ ഈ കിട്ടുന്ന ചൂടുകൾ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ട് ബോൺസിന്റെ, അതായത് നമ്മളെ സ്പൈനലിന്റെ ഇതിലൂടെ സപ്ലൈ ചെയ്യുന്ന നെർവ്സിന്റെ ഇതിലോട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവിടെ മോക്സ കണ്ടു അല്ലേ, സ്റ്റിക്ക് മോക്സ എന്ന് ഞാൻ പറഞ്ഞു തരും. അതായത് ഇത് നമ്മൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോക്സയാണ് നമ്മൾ ചെയ്യുന്നത്. മോക്സ എന്താണ് വിത്ത് സ്റ്റാൻഡാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, കൊഴുകെടുക്കുക, പിന്നെ അതേപോലെ ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ഇഷ്യൂസിന് ട്രീറ്റ് ചെയ്യാൻ, പിന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യാൻ, അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പൊതുവേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോക്സ നമ്മൾ വയറിന്റെ ഈ ഭാഗത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഇന്ന് കഴിക്കുന്ന ഫുഡുകളിൽ നിന്നൊക്കെ ഗ്യാസ്ട്രിക് എങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാവാം. പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ സമയം തെറ്റിയിട്ടുള്ള ഫുഡ് കഴിക്കല്, പിന്നെ അതുപോലെ എന്താണ് നമ്മൾ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ്, ഇതിൽ നിന്നെല്ലാം വരുന്ന ഈ ഒരു പ്രോബ്ലം നമുക്ക് എന്താണ് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഡിസിൻ ഇത് ചെയ്യണം. പക്ഷെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ തന്നെ കഴിക്കേണ്ട ഒരു കണ്ടീഷനിലോട്ട് വരുന്നതുകൊണ്ട് നമ്മളതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ ഈ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനിന്റെ സിസ്റ്റത്തിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് മോക്സിബസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ചെയ്യുന്നത് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ്. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഈ ഇരുത്തം അല്ലെങ്കിൽ അധിക നേരം നിൽക്കുന്ന സമയത്തൊക്കെ ബാക്ക് നല്ല രീതിയിൽ വീക്ക് ആവും. അപ്പൊ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് ഇത്. ബേർഡ് ആൻഡ് ഡോഗ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നടന്നത് ഫിസിയോതെറാപ്പി, അത് നമ്മള് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മളിവിടെ ബേസിക്കലി ചെയ്യുന്നത് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. പിന്നെ നമുക്കിവിടെ കുറെ ടെക്നിക്ക് ഉണ്ട്, മയോഫേഷ്യൽ റിലീസ്, ഡ്രൈനേറ്റ്, അങ്ങനെ കുറെ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്താന്ന് നോക്കിയിട്ട് അങ്ങനെ ആദ്യം പെയിൻ കുറയ്ക്കാം, പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രെങ്തൻ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. സംഗതിയൊക്കെ സ്വന്തമായിട്ട് വരുന്ന കേട്ടോ, ചുമ്മാ പാടിയാ നിക്കളേ. എന്താ നടക്കണേ? കൊള്ളാം. എന്തോ വീട്ടിൽ പോണ്ടേ നമുക്ക്? പിന്നെ പോണ്ടേ? ആഹാ, എന്ത് സുഖം. ഇവിടെ താമസാക്കിയാലോ? അയ്യേ, എന്നെ പിടിച്ച് തള്ളണ്ടല്ലോ താഴ്ന്ന്. ഡോക്ടറെ ഇങ്ങോട്ട് വരൂ, ഇപ്പുറത്ത് വരൂ. ഡോക്ടർ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഫുൾ ബോഡി മസാജറാണ്. എൻ്റെ ബാക്ക് മസിൽസുകൾ, ഈവൻ നമ്മുടെ ഷോൾഡർ മസിലുകൾ, കൈയിടത്, കാലിലത്, എല്ലാത്തിനും ഈക്വലി പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യും, മസാജ് ചെയ്യും. നടുവിനൊക്കെ എന്തൊക്കെ നടക്കണ്ട്. വേദനയാണോ? വേദനയാണ് ഒരു സുഖം. ഒരു സുഖം. വീട്ടിൽ ചെന്നാലും ഇതുപോലെ ചെയ്തു തരാൻ പറ്റുമോ? അത് പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ചെയ്യണമെങ്കിൽ എന്താണ് എവിടെയൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഗോപന ഇങ്ങോട്ട് വിട്ടരായിരുന്നു. ദേ പോണു, കാല് മേപ്പോട്ട്. പേടിയില്ല, അതേ തല താഴത്തേക്ക് പോകണില്ല. അയ്യേ, കിളിയാക്കണ കാലുമേ. ഫുഡ് മസാജർ ഇപ്പൊ ഓൾറെഡി ജീവിതത്തിൽ ആദ്യമായിട്ടാണേ ഫുഡ് മസാജർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അവിടെ. അവിടെ താഴത്ത് ഫുഡ് മസാജർ ഉണ്ട്, നമ്മുടെ ബോഡി മസാജേഴ്സ്. സ്ഥലം ഒരു തീരുമാനമാക്കിയാലേ നമുക്ക് കാലുമത്തോടാൻ സമയക്കില്ല, ഭയങ്കര ക്ലിയർ. ചങ്ക നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് വന്നോളൂട്ടോ എല്ലാരും.
എന്റെ അമ്മേ, നിങ്ങളിത് എന്ത് കാണാൻ നിൽക്കുക? എന്റെ പൂരം കാണാൻ നിൽക്കുക? എന്നെ ഇവരെന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. കുറെ നേരം കഴിയോ? കഴിയാറായി. ഇനി എത്ര 2 മിനിറ്റ് കൂടി ഉണ്ട്. 2 minutes മോർ. എന്തായാലും നിങ്ങൾ ഇതിനു വേണ്ടി എന്തായാലും വന്നു. നല്ല സുഖ. ആഹാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിട്ടുണ്ട്. നല്ല സുഖമായി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പല സ്പാലും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഇതല്ല, വ്യത്യാസമുണ്ട്. അതെന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പെഡിക്യൂർ, അതല്ലെങ്കിൽ മാനിക്യൂർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് പെഡിക്യൂർ അല്ല, ഇത് പെഡിക്യൂർ അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബോഡിയിൽ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡുകളെന്ന് സ്വാഭാവികമായിട്ട് ഇന്ന് അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഫുഡല്ല. ഇപ്പോൾ ടോക്സിൻസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ഇന്റേണലി ഉള്ള ഇപ്പോൾ എക്സ്റ്റേണലിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പലതും കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കപ്പിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്റേണലി ഉള്ള നമ്മുടെ ഓർഗൻസിന്റെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ളൊരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്ന തെറാപ്പി. അപ്പോ നമ്മളിത് ഒരു സ്റ്റീമിന്റെ സെഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, സാധാരണ കാണുന്ന സ്റ്റീമിങ്ങിന് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സാധാരണ നമ്മൾ കാണുന്നത് ഒരാളുടെ കഴുത്ത് മാത്രം വെളിയിലിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. മരത്തിന്റെ പെട്ടിയുടെ അകത്തൊക്കെയാണ് ഉള്ളത് സ്റ്റീമിൻ്റെത്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റീമിന്റെ റൂമാണത്. ഇതിനകത്ത് നമുക്ക് ഒരേ സമയം നമുക്കൊരു കപ്പിൾ ഓഫ് ആളുകളെ, ഒരു ഫാമിലി ലൈക്ക് 7 6 7 ഒക്കെ പേരുകളെ നമുക്ക് ഇതിൽ പറ്റും, നമുക്ക് ഇരുത്താം. സ്റ്റീമിന്റെ ഇതിൽ ഒരുമിച്ച് തന്നെ അവർക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് ഇതിനകത്ത് ഫുള്ളി ഹീറ്റ് ആണ്. അതെന്താണെന്ന് അതിന്റെ ഭാഗം ഇനി കാണിച്ചു തരാന് നമ്മൾ ഇതിൽ നിന്നുള്ള ഒരാളെ പുറത്തോട്ട് ഇറക്കുക. കാരണം നമുക്ക് ഈ ഒരു ഫോം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെയുണ്ട് ഇപ്പോ നമുക്ക് ഒരു പെയിൻ റിലീഫ്, നമുക്കൊരു സ്റ്റിഫ്നെസ്സും ബോഡിയുടെ കാര്യങ്ങളൊക്കെ റിലീസ് ആയിക്കട്ടെ, ഫ്രഷ് അപ്പ് ആയി വരും. ഇത് നമ്മള് ഒരു ടൈപ്പ് ഓഫ് ടോക്സിൻ റിമൂവൽ തന്നെ, കാരണം ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വെൽനസിന്റെ ഭാഗമായിട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മള് എന്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവും, ചില ആളുകൾക്ക് ഹിജാമ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മള് ടോക്സിൻസ് ഇപ്പൊ നമ്മൾ വേറെ മെത്തേഡുകളും കണ്ടു ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഒരു രോഗിയാവണമെന്നില്ല. ഇപ്പോ എന്തെങ്കിലും തരത്തിൽ പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എലിമെന്റ്, ഇപ്പൊ രാവിലെ എണീറ്റ സമയത്ത് പെട്ടെന്ന് കൊളുത്തി പിടിക്കുക, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഇത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ കപ്പുകൾ വെച്ചിട്ട്, അതായത് ഇതുപോലത്തെ ഫൈബർ കപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പുകളിൽ വാക്വം കൊടുക്കും. അതായത് ഇങ്ങനത്തെ ഗണ്ണുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് വാക്വം ചെയ്യും. വാക്വം ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ പോയിന്റുകൾ, അതായത് നമ്മൾ ഈ കപ്പിങ്ങിന്റെ ഇതിലുള്ള പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് പോയിന്റുകളിലാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഈ വാക്വം ചെയ്ത് നിൽക്കുന്ന ബോഡിയുടെ പാർട്ട്, അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു കമത്തി വെച്ച മാതിരി, ഒരു കപ്പ് കമത്തി വെച്ച മാതിരി ആയിരിക്കും ആ ബോഡിയുടെ പാർട്ട് ഉണ്ടാവുക. ഈ പാർട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്താ ഇതാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് എല്ലാം നമ്മുടെ ആ ബോഡിയിൽ ആ ഭാഗത്തോട്ട് വരും. അതായത് ആ ഭാഗത്ത് സ്റ്റാഗ്നേഷൻസ് ഉള്ള ഭാഗത്താണെങ്കിൽ നല്ല ഡാർക്ക് കളർ വരും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ, കപ്പ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡിയിലോട്ട് തന്നെ ഇത് റിട്ടേൺ പോകും. അപ്പൊ നമ്മൾ ചോദിക്കും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇത് റിട്ടേൺ പോകുന്നത്? ഇത് 2 മെത്തേഡാണുള്ളത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ കപ്പിംഗ് ആണ്. അതാണ് അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഡ്രൈ കപ്പിങ്ങിലാണ് ഞാൻ പറഞ്ഞത് റിട്ടേൺ ബോഡിയിലോട്ട് തന്നെ പോകും. അപ്പോൾ നമുക്കൊരു എയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ സ്റ്റാഗ്നേഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡിസീസ് വരുന്നത്. ഓക്കെ, അതായത് സർക്കുലേറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആ സർക്കുലേഷൻ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോർമൽ സർക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഡിസീസ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മളിപ്പോ ഇവിടുന്ന് താഴോട്ട് ഇടുന്നതും കുറച്ച് പൊക്കി താഴോട്ട് ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ കുറച്ച് ഫോഴ്സിൽ ഇത് എന്ത് ചെയ്യുന്ന റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്റ്റാഗ്നേഷൻസ്, ചെറിയ ചെറിയ സ്റ്റാഗ്നേഷൻസും കാര്യങ്ങളും ഉള്ളതെല്ലാം മൂവ് ചെയ്ത് പോകും. അത് ആണ് ഇതിന്റെ ഒരു ഇത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസുകൾ, ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഒട്ടും പറ്റാതെ ബോഡി പെയിൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹിജാമ, അതല്ലെങ്കിൽ വെറ്റ് കപ്പിംഗ് എന്ന് പറയും. വെറ്റ് കപ്പിംഗ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് ചെയ്യും. അതായത് ഇവിടെ കപ്പുകൾ വെച്ചിട്ട് ഈ കപ്പുകളിൽ നമ്മൾ ആ വാക്വം ചെയ്തതിനു ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കപ്പ് റിലീസ് ചെയ്ത് അതിൽ നമ്മൾ ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മൈനർ, അതായത് 11 mm ലാൻസെറ്റ് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചുകൾ ഉണ്ടാക്കും. ഒരിക്കലും അത് ഡീപ്പ് അല്ല.
അത് അതിൻ്റെതായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇത് ചെയ്യുള്ളൂ, ട്രെയിൻഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ നമ്മൾ സ്ക്രാച്ചുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബോഡിയിലോട്ട് ഈ ബ്ലഡ് വരും. അപ്പോൾ ചോദിക്കും നമ്മൾ ഈ ബ്ലഡ് തന്നെയാണ് വരുന്നത്, എന്താണ് ഇത്ര ഉറപ്പെന്ന്, അതായത് സ്റ്റാഗ്നേറ്റ് ചെയ്ത ബ്ലഡ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അനാറ്റമിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ നേരെ താഴെ പോകുന്നത് വെയിൻസ് ആണ്. ഈ വെയിൻസിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ആ ബ്ലഡ് ആണ് സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ആ സ്റ്റാഗ്നേഷൻസ് ആണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് വെറ്റ് കപ്പിങ്ങിലൂടെ. വർഷയ്ക്ക് എവിടെ പ്രശ്നം കണ്ടോ നമ്മൾ പറഞ്ഞില്ലേ, മൊത്തത്തിൽ പ്രശ്നം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഏത് ഭാഗത്തു നിന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇത് കളർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിനനുസരിച്ചാണ് പിന്നെ ആ പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഡയറ്റുകളോ മറ്റു കാര്യങ്ങളോ എന്ത് അഡ്വൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് MFR എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഓക്കെ, മയോഫേഷ്യൽ റിലീസ് എന്ന് പറയും. യൂഷ്വലി ബാക്ക് പെയിൻ വരുന്നത് സർവൈക്കൽ റീജിയൻ ടു റേഡിയേറ്റിംഗ് ടൈപ്പ് ഐദർ ഇറ്റ് ഞങ്ങൾ കുറച്ച് മലയാളികളുണ്ട്, അവർക്ക് മനസ്സിലാവാൻ ആണല്ലേ. അപ്പോൾ കഴുത്തിന്റെ റീജിയനിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ടേക്കും ആദ്യം, അതിനുശേഷം അല്ലെങ്കിൽ കൈകളിലോട്ടേക്ക്. സാധാരണ നമ്മൾ ആൾക്കാർ പറയും കയ്യിൽ തരിപ്പുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിൻ മാറിയിട്ട് താഴത്തോട്ട് കാലിലോട്ട് തരിപ്പ് എന്ന് പറയും. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മസിൽസിന്റെ അണ്ടർലൈങ് ആയിട്ട്, അതായത് ഉള്ളിലായിട്ട് എന്ത് ചെയ്യും, ഡോംസ് എന്നുള്ള രീതിയിൽ, അതായത് നീർക്കെട്ട് എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് വിടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ഈ ജെല്ലിടുന്നത് സ്മൂത്ത് മൂവ്മെന്റ് മാത്രമാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ മെഡിസിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അൾട്രാസൗണ്ട് ജെല്ലാണ്. അത് വെച്ചിട്ട് നമ്മളുടെ നീ വെച്ചിട്ട്, അതായത് മുട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ബോഡീൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്ത് വിടുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ നീ ജോയിൻറ്റിൽ ഉള്ളിലുള്ള നീർക്കെട്ടിൻ്റെ ആ ഒരു ബബിൾ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ബബിളിലെ ഏരിയയിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒന്ന് ചെറുങ്ങനെ കംപ്രഷൻ കൊടുത്തിട്ട് ഒന്ന് മൈൽഡ്ലി റിലാക്സ് ചെയ്യും. ചെയ്യുന്ന ഡോക്ടർക്ക് ഫീൽ ചെയ്യും. യെസ്, നമ്മളുടെ കൈക്കകത്ത് അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രഷറിൽ വേരിയേഷൻസ്, ഇപ്പോൾ ചെറിയ ബബിളുകൾ മാത്രമാണ് അല്ലെങ്കിൽ നീർക്കെട്ട് പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ പ്രഷറെ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ അതല്ല വലിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് വലിയ സൈസിൽ നിന്ന് ചെറിയ സൈസിലേക്ക് ആക്കി കൊണ്ടുവരണം. അപ്പം നമ്മളത് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ മസാജ് പോലെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വലിപ്പത്തിൽ കുറവ് വരുമ്പോൾ തന്നെ നമുക്ക് പെയിൻ എന്നുള്ള ആ സെൻസേഷൻ കുറഞ്ഞു കിട്ടും. അതാണ് നമ്മൾ മെയിനായിട്ട് ഇതാക്കുന്നത്. നമ്മൾ MFR ചെയ്തതിന് ശേഷം സ്റ്റിമുലേഷൻസ് വെക്കും. അല്ല, ഇത് മസിൽ സ്റ്റിമുലേറ്റർ ആണ്. നമ്മൾ ചെയ്തതിന് ശേഷം ആ ഏരിയയിലേക്ക് എന്താ വെച്ചാൽ മസിലുള്ള പമ്പിങ്, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേഷൻ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തുള്ള ചെറിയ ഇലക്ട്രോ പാഡുകൾ ഇതിനകത്ത് നമ്മൾ ജെല്ല് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ബോഡിയിലകത്ത് അപ്ലൈ ചെയ്യാൻ. ഈ ട്രീറ്റ്മെന്റ് പേരൊന്നുകൂടി പറയൂ. ഇത് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് MFR, മയോഫേഷ്യൽ റിലീസ് എന്ന് പറയും. ആർക്ക് രോഗം വരാണ്ടിരിക്കട്ടെ, ഇനി രോഗം വന്നാൽ തന്നെ ഇത്തരം തരത്തിലുള്ള കെമിക്കൽസ് അധികമൊന്നും അങ്ങനെ മായം കലരാത്ത രീതിയിലുള്ള ചികിത്സാ രീതി ഇതെന്നല്ല എവിടെയാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കണം. എന്തായാലും നമ്മുടെ എന്താ പറയാ ഈ ഇദ്ദേഹത്തിന്റെ നമ്മൾ ഒരുപാട് കലാ ആസ്വാദനവും എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ്. ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് ഇദ്ദേഹത്തിന് നിങ്ങളുടെ വ്യൂസ് കൊടുക്കുമെന്നുള്ള അതിയായ ആഗ്രഹവും സന്തോഷവും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. താങ്ക് യു.